Good morning, Priyanka ma'am ആണ്. ഇന്ന് പൈത്തൺ പ്രോഗ്രാമിംഗിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫംഗ്ഷൻ ആർഗ്യുമെന്റ്സ് ആണ്. ഇതിൽ എന്താണ് ആർഗ്യുമെന്റ്സ്, എന്താണ് പാരാമീറ്റേഴ്സ്, ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അതേപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആർഗ്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യുന്നു. ആർഗ്യുമെന്റ്സ് എന്താണ് ആർഗ്യുമെന്റ്സ് എന്ന് നോക്കാം. The information can be passed into function as arguments. Arguments are specified after the function name inside the parenthesis. You can add as many as argument you want, just separated with them a comma. Okay. അപ്പോൾ ആർഗ്യുമെന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഫംഗ്ഷൻ കോളിൽ നമ്മൾ കൊടുക്കുന്ന പാരാമീറ്റേഴ്സിനെയാണ് അല്ലെങ്കിൽ വാല്യൂസിനാണ് നമ്മൾ എന്താണ് പറയുക, ആർഗ്യുമെന്റ്സ് എന്ന് പറയാം. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് നോക്കൂ. പ്രിന്റ് നെയിം എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ, അതിൻ്റെ ബ്രാക്കറ്റിൽ കൊടുക്കുന്ന ആർഗ്യുമെന്റ്സ്, വാല്യൂസ്, അതാണ് എന്ത് പറയുന്നത്, ആർഗ്യുമെന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പാരാമീറ്റർ vs ആർഗ്യുമെന്റ്സ്. പാരാമീറ്ററും ആർഗ്യുമെന്റ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. The term parameter and argument can be used for the same thing, the information that are passed into a function. Okay, a parameter is a variable listed inside the parenthesis in the function definition. Function definitionന്റെ ഉള്ളിൽ കൊടുക്കുന്ന വേരിയബിൾസ്, നമ്മൾ കൊടുക്കുന്ന വാല്യൂസ്, ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കൊടുക്കുന്ന വാല്യൂസിനാണ് നമ്മൾ പറയുക പാരാമീറ്റേഴ്സ് എന്ന് പറയുക. An argument is a value that is sent to the function when it is called. ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ബ്രാക്കറ്റിൽ കൊടുക്കുന്ന വാല്യൂസിനെയാണ് എന്ത് പറയുന്നത്, ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ കൊടുക്കുന്ന വാല്യൂസിനെയാണ് ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത്. പാരാമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ കൊടുക്കുന്ന വേരിയബിളിനെ ലിസ്റ്റ് ചെയ്യുന്നില്ലേ, അതിനെയാണ് ഇത് പറയുന്നത് പാരാമീറ്റേഴ്സ്. The arguments are the values that are passed to the function at the runtime, so that the function can do the designated task using these values. Okay, runtime ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന സമയത്താണ് നമ്മൾ എന്താണ് ഈ ആർഗ്യുമെന്റ്സ് യൂസ് ചെയ്യുക. അപ്പോൾ ഈ വാല്യൂ വെച്ചിട്ട് ഡെസിഗ്നേറ്റഡ് ടാസ്ക് ഫംഗ്ഷൻ നടത്തുന്നു. ഓക്കെ, ഇവിടെ നോക്കൂ. ഫംഗ്ഷൻ ഡെഫിനിഷനിൽ കൊടുക്കുന്ന ആർഗ്യുമെന്റ്സിനെയാണ് നമ്മൾ ഫംഗ്ഷൻ പാരാമീറ്റേഴ്സ് എന്ന് പറയുക. ഓക്കെ, ഇനി ഒരു ഫംഗ്ഷൻ കോളിൽ ഫംഗ്ഷൻ നെയിമിൻ്റെ ബ്രാക്കറ്റിൽ കൊടുക്കുന്ന ആർഗ്യുമെന്റ്സിനെയാണ് ഫംഗ്ഷൻ ആർഗ്യുമെന്റ്സ് എന്ന് പറയുക. ഓക്കെ, ആർഗ്യുമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ കോളിൽ കൊടുക്കുന്ന വാല്യൂസ്, പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ഡെഫിനിഷനിൽ കൊടുക്കുന്ന വേരിയബിൾസിന്. ഓക്കെ, ഡിഫറൻസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്പർ ഓഫ് ആർഗ്യുമെന്റ്. ബൈ ഡിഫോൾട്ട് എ ഫംഗ്ഷൻ മസ്റ്റ് ബി കോൾഡ് വിത്ത് ദ കറക്റ്റ് നമ്പർ ഓഫ് ആർഗ്യുമെന്റ്. ഡിഫോൾട്ടായിട്ട് ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് എത്ര ആർഗ്യുമെന്റ്സ് ആണോ നമ്മൾ ഡിഫൈൻ ചെയ്ത് അത്രയും ആർഗ്യുമെന്റ്സ് തന്നെ കൊടുത്തിരിക്കുന്നതാണ്. മീനിങ് ദാറ്റ് if your function expects 2 arguments, you have to call the function with the 2 arguments, not more, not less. ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കൂ. ഈ ഡെഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഫംഗ്ഷൻ ഡെഫിനിഷനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ def എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്യുന്നത്. മൈ ഫംഗ്ഷൻ്റെ പേര് ബ്രാക്കറ്റിൽ fname, lname, കോളൻ പ്രിന്റ് fname, കൺകാറ്റനേഷൻ ഓപ്പറേറ്റർ ആണ് പ്ലസ്, സ്പേസ് പ്ലസ് lname. ഓക്കെ, ഇതാണ് ഫംഗ്ഷൻ ഡെഫിനിഷൻ ഉള്ളത്. ഇനി കോൾ ചെയ്യാണ് മൈ ഫംഗ്ഷൻ. ഞാൻ അവിടെ വാല്യൂ കൊടുത്തു പ്രിയങ്ക, ലാസ്റ്റ് നെയിമിൻ്റെ സ്ഥലത്ത് KP കൊടുത്തു. അപ്പോൾ ഫംഗ്ഷൻ റൺ ചെയ്യുന്ന സമയത്ത് എന്താണ്, ഫംഗ്ഷൻ കോൾ വർക്ക് ചെയ്യുമ്പോൾ നേരെ എന്ത് ചെയ്യും, ഫംഗ്ഷൻ ഡെഫിനിഷനിലേക്ക് പോകും. ഈ വാല്യൂസ് ഇങ്ങോട്ട് പാസ് ചെയ്തു. fnameൽ എന്താണ്, പ്രിയങ്ക, ദെൻ സ്പേസ് ലാസ്റ്റ് നെയിം KP. അപ്പോൾ ഔട്ട്പുട്ട് എന്ത് വന്നു, പ്രിയങ്ക KP എന്ന് വന്നു. ഓക്കെ, ഒരു ഫംഗ്ഷനിൽ എത്ര ആർഗ്യുമെന്റ്സ് ആണോ ഡിഫൈൻ ചെയ്തത് അത്രയും നമ്പർ ഓഫ് ആർഗ്യുമെന്റ്സ് പാസ് ചെയ്യണമെന്നാണ് ബൈ ഡിഫോൾട്ട്. ഇനി ഒരു വേറെ എക്സാമ്പിൾ നോക്കൂ.
മൈ ഫംഗ്ഷൻ ഇത് സെയിം ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു. ദെൻ ആ മൈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഞാൻ എന്താണ് എൻ്റെ ഫസ്റ്റ് നെയിം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് എറർ വരും. എന്താ എറർ വരുന്നത്? മിസ്സിംഗ് വൺ റിക്വേർഡ് പൊസിഷണൽ ആർഗ്യുമെൻറ്റ് എൽ നെയിമിന് ഞാൻ വാല്യൂ കൊടുത്തിട്ടില്ല. ആ ഒരു എറർ അവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബൈ ഡീഫോൾട്ട് നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫംഗ്ഷൻ ഡെഫിനിഷനിൽ എത്ര ആർഗ്യുമെൻറ്റ്സ് പറഞ്ഞിട്ടുണ്ടോ അത്രയും നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ് നമ്മൾ ഫംഗ്ഷൻ കോളിൽ പാസ് ചെയ്തിരിക്കണം. ടൈപ്സ് ഓഫ് ആർഗ്യുമെൻറ്റ്. You can call a function by using the following types of formal arguments: required arguments, keyword arguments, default arguments, variable length arguments. 4 ടൈപ്പാണ് ഫോർമൽ ആർഗ്യുമെൻറ്റ്സ് വരുന്നത്. ഇനി ഓരോന്ന് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, required argument. The required arguments are the arguments passed to a function in correct positional order. Here, the number of arguments in the function call should match exactly with the function definition. Okay, required arguments എന്ന് പറഞ്ഞാൽ എന്താണ്? ഫംഗ്ഷൻ ഡെഫിനിഷനിൽ എത്ര ആർഗ്യുമെൻറ്റ്സ് പറയുന്നതോ അത്രയും ആർഗ്യുമെൻറ്റ്സ് തന്നെ നമ്മൾ ഫംഗ്ഷൻ കോളിലും പാസ് ചെയ്യണം. ദെൻ അതിൻ്റെ പൊസിഷനും എന്തായിരിക്കണം? കറക്റ്റ് ആയിരിക്കണം. എക്സാമ്പിൾ നോക്കൂ. നേരത്തെ പറഞ്ഞ സെയിം എക്സാമ്പിൾ തന്നെ. മൈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു. ദെൻ മൈ ഫംഗ്ഷനിൽ ഞാൻ ഒരു ആർഗ്യുമെൻറ്റ് മാത്രമേ പാസ് ചെയ്തെന്ന് വിചാരിക്കൂ. അപ്പോൾ എന്താണ്? അവിടെ എറർ വന്നു. ഓക്കെ, ഇതാണ് റിക്വേർഡ് ആർഗ്യുമെൻറ്റ്. അടുത്തതാണ് കീവേഡ് ആർഗ്യുമെൻറ്റ്. ദ കീവേഡ് ആർഗ്യുമെൻറ്റ്സ് ആർ റിലേറ്റഡ് ടു ദ ഫംഗ്ഷൻ കോൾ. വെൻ യു യൂസ് ദ കീവേഡ് ആർഗ്യുമെൻറ്റ് ഇൻ എ ഫംഗ്ഷൻ കോൾ, the caller identifies the argument by the parameter name. This allows you to skip the arguments or place them out of order because the Python interpreter is able to use the keywords provided to match the values with the parameters. Okay, keyword arguments function call ആയിട്ട് റിലേറ്റ് ചെയ്തതാണ്. അതായത് ഫംഗ്ഷൻ കോളിൽ എന്താണ് കീവേഡ് ആർഗ്യുമെൻറ്റ്സ് കൊടുക്കുന്ന സമയത്ത് കോളർ എന്താണ് ഐഡൻറ്റിഫൈസ് ദ ആർഗ്യുമെൻറ്റ് ബൈ ദ പാരാമീറ്റർ നെയിം. ആർഗ്യുമെൻറ്റ്സ് പാരാമീറ്റർ നെയിം വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? കോളർ ഐഡൻറ്റിഫൈ ചെയ്യും. ദെൻ അതിന് വേണ്ടിയിട്ട് എന്താണ് പൈത്തൺ ഇൻ്റർപ്രിറ്റർ ആണ് സഹായിക്കുന്നത്. എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം, ശ്രദ്ധിക്കൂ. പ്രിന്റ് നെയിം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷൻ അതിന് ഡിഫൈൻ ചെയ്യാണ്. നെയിം 1, നെയിം 2. ഇതിൽ 2 വേരിയബിൾസ് ആണ് കൊടുക്കുന്നത്, നെയിം 1ഉം നെയിം 2. ഇനി അതിൽ ഫംഗ്ഷൻ്റെ ഉള്ളിൽ എന്താന്ന് നോക്കൂ. പ്രിന്റ് നെയിം 1 കൺകാറ്റനേഷൻ ആണ്. നെയിം 1 ആൻഡ് നെയിം 2 ആർ ഫ്രണ്ട്സ്. ഇതാണ് ഫംഗ്ഷൻ ഡെഫിനിഷൻ. ഇനി ഫംഗ്ഷൻ കോളിൽ നോക്കൂ. ഇവിടെ കീവേഡ് ആർഗ്യുമെൻറ്റ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താണ്? ഫംഗ്ഷൻ കോളറാണ്. അവിടെ നോക്കൂ. പ്രിന്റ് നെയിം 2 ഈക്വൽ ടു അമൽ, നെയിം 1 ഈക്വൽ ടു അജയ്. ഇവിടെ ഫംഗ്ഷൻ കോളിൽ ആർഗ്യുമെൻറ്റ്സ് ആയിട്ട് നമ്മൾ കൊടുക്കുമ്പം കീവേഡ് ആർഗ്യുമെൻറ്റിൽ കീവേഡ്സ് പാരാമീറ്റർ നെയിം എന്തൊക്കെയാണെന്ന് നമ്മളവിടെ സ്പെസിഫൈ ചെയ്യണം. അത് ഏത് ഓർഡറിലായാലും അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിലും ഒക്കെ എന്താണ് പ്രോബ്ലം ഇല്ല. റിക്വേർഡ് ആർഗ്യുമെൻറ്റ്സ് എന്തായിരുന്നു? കറക്റ്റ് നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സും പൊസിഷണൽ ആർഗ്യുമെൻറ്റ്സും ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. പക്ഷേ ഇവിടെ പൊസിഷൻ ചേഞ്ച് ചെയ്താലും കുഴപ്പമില്ല. എന്താണ് പാരാമീറ്ററിൻ്റെ നെയിം അവിടെ സ്പെസിഫൈ ചെയ്യണം. ഇപ്പോൾ ഇവിടെ നോക്കൂ. പ്രിന്റ് നെയിം എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നെയിം ഓഫ് നെയിം 2 ഈക്വൽ ടു അമൽ, നെയിം 1 ഈക്വൽ ടു അജയ്. ഇത് നേരെ എന്ത് ചെയ്യുന്നു? ഫംഗ്ഷൻ കോൾ ചെയ്താൽ നേരെ ഫംഗ്ഷൻ നെയിം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെഫിനേഷനിൽ പോകുന്നു. പക്ഷേ പൈത്തൺ ഇൻ്റർപ്രറ്റർ എന്താണ് ഈ വേരിയബിൾസിലേക്ക് അസൈൻ ചെയ്ത വാല്യൂ ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കുക, ഐഡൻറ്റിഫൈ ചെയ്യും. ദെൻ അതിനനുസരിച്ച് എന്താണ് ഫംഗ്ഷൻ ഡെഫിനിഷനിൽ അതിൻ്റെ പൊസിഷണൽ വാല്യൂവിനനുസരിച്ച് അത് അസൈൻ ചെയ്ത് വെക്കും. ഇവിടെ നെയിം 1 എന്താ വാല്യൂ? അജയ്. അത് പൈത്തൺ ഇൻ്റർപ്രറ്റർ അത് മനസ്സിലാക്കിയിട്ട് ഇവിടെ അജയ് എന്ന് കൊടുക്കും, നെയിം 2ൻ്റെ സ്ഥലത്ത് അമൽ എന്ന് കൊടുക്കും. എന്നിട്ട് ഫംഗ്ഷൻ ഡെഫിനിഷനിലേക്ക് പാസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് എന്താ കിട്ടുക? നെയിം 1 എന്താണ്? അജയ് ആൻഡ് നെയിം 2 എന്താണ്? അമൽ ആർ ഫ്രണ്ട്സ് എന്ന് ഔട്ട്പുട്ട് കിട്ടും.
ഓക്കെ ആണല്ലോ. അടുത്ത ടൈപ്പ് ആർഗ്യുമെന്റ്സ് ആണ് ഡിഫോൾട്ട് ആർഗ്യുമെന്റ്. A default argument is an argument that assumes a default value if a value is not provided in the function called for that argument. അതായത് ഡിഫോൾട്ട് ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വാല്യൂ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിലും ഡിഫോൾട്ട് ആയിട്ട് എന്താണോ സ്പെസിഫൈ ചെയ്തത് ആർഗ്യുമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ആ വാല്യൂ എന്താണ് ആ ഫംഗ്ഷനിൽ റിസൾട്ടിന് വേണ്ടിയിട്ട് എടുക്കും. ഓക്കെ, എക്സാമ്പിൾ നോക്കൂ. ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു, സം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു. അതിൽ എക്ക് ഡിഫോൾട്ട് വാല്യൂ 4 എന്ന് പറഞ്ഞ് അസൈൻ ചെയ്തു, ബിക്ക് ഡിഫോൾട്ട് വാല്യൂ 2 എന്ന് പറഞ്ഞിട്ട് അസൈൻ ചെയ്തു. ദെൻ അതിൻ്റെ ഉള്ളിൽ എന്താണ് പ്രിന്റ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രിന്റ് ഓഫ് എ പ്ലസ് ബി എന്നാണ് നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടേണ്ടത്. ഓക്കെ, ഇതാണ് ഫംഗ്ഷൻ ഡെഫിനേഷൻ. This function will print the sum of two numbers. If the arguments are not supplied, it will add the default value. എക്സാമ്പിൾ നോക്കൂ. സം ഓഫ് 1, 2 ഫംഗ്ഷൻ കോൾ ചെയ്താൽ നേരെ എന്ത് ചെയ്തു ഈ ഫംഗ്ഷൻ ഡെഫിനിഷനിലേക്ക് വന്നു. അപ്പോൾ നമ്മൾ പാസ് ചെയ്തിട്ടുള്ള ആർഗ്യുമെന്റ്സ് എന്താണ് 1 ഉം 2. അപ്പം എൻ്റെ വാല്യൂ 1 വന്നു, ബിൻ്റെ വാല്യൂ 2 വന്നു. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തു. എത്ര റിസൾട്ട് വരിക 1 + 2 3. ഇനി സം മാത്രം കോൾ ചെയ്യാൻ വിചാരിക്കൂ. അങ്ങനെ ആകുമ്പോൾ എന്താണ് ഇവിടെ നമ്മൾ ഡിഫോൾട്ട് വാല്യൂസ് ആണ് സ്വീകരിക്കേണ്ടത്. അപ്പോൾ ഇവിടുത്തെ ഡിഫോൾട്ട് വാല്യൂ എൻ്റെ എത്രയാണ് 4, ബിൻ്റെ എത്രയാണ് 2. അപ്പം നമുക്ക് റിസൾട്ട് എന്താ കിട്ടുക 6. മനസ്സിലായല്ലോ? ഡിഫോൾട്ട് വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ഡിഫോൾട്ട് ആർഗ്യുമെന്റ് ഈസ് എൻ ആർഗ്യുമെന്റ് ദാറ്റ് അസ്യൂംസ് എ ഡിഫോൾട്ട് വാല്യൂ ഇഫ് എ വാല്യൂ ഇസ് നോട്ട് പ്രൊവൈഡഡ് ഇൻ ദ ഫംഗ്ഷൻ കോൾ ഫോർ ദാറ്റ് ആർഗ്യുമെന്റ്. വാല്യൂ പ്രൊവൈഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഡിഫോൾട്ട് വാല്യൂ വെച്ചിട്ട് ഫംഗ്ഷൻ റൺ ചെയ്യും. ഇതാണ് ഡിഫോൾട്ട് ആർഗ്യുമെന്റ്. അടുത്തത് വേരിയബിൾ ലെങ്ത് ആർഗ്യുമെന്റ്. എന്താണ് വേരിയബിൾ ലെങ്ത് ആർഗ്യുമെന്റ് നോക്കാം. We may need to process a function for more arguments than you specified while defining the function. These arguments are called variable length argument. ചില സമയത്ത് നമ്മൾ ഫംഗ്ഷൻ ഡെഫിനിഷനിൽ കൊടുത്തിട്ടുള്ള ആർഗ്യുമെന്റിനെക്കാട്ടും കുറച്ച് കൂടുതലായിട്ടുള്ള ആർഗ്യുമെന്റ്സ് നമുക്ക് എന്ത് ചെയ്യാം ഫംഗ്ഷനിൽ ആവശ്യമായി വരും. അങ്ങനെയുള്ള സമയത്ത് യൂസ് ചെയ്യുന്നതാണ് വേരിയബിൾ ലെങ്ത് ആർഗ്യുമെന്റ്സ്. They are not named in the function definition, unlike required and default arguments. ഇതെന്താണ് നമ്മൾ ഫംഗ്ഷൻ ഡെഫിനിഷനിൽ ആദ്യം ആ ആർഗ്യുമെന്റ്സ് പറയില്ല. അതിന് പകരമായിട്ട് എന്താണ് നമ്മളവിടെ ഫംഗ്ഷൻ കോളിൽ കൊടുക്കുകയാണ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ആസ്ട്രിക് പ്ലേസ് ചെയ്തിട്ടാണ് ഇത് യൂസ് ചെയ്യുക. An asterisk is placed before the variable name that hold the value of all the non-keyword variable arguments specified during the function call. Okay. അപ്പം നമ്മൾ ഒരു ആസ്ട്രിക് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വേരിയബിൾ ലെങ്ത് ആർഗ്യുമെന്റ്സിനെ പറയുന്നത്. എക്സാമ്പിൾ വെച്ച് പറഞ്ഞത്. ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാൻ പ്രിന്റ് ഇൻഫോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷൻ, അതിൽ ഞാൻ ആർഗ്യുമെന്റ് 1, ആസ്ട്രിക് സ്റ്റാർ വേരിയബിൾ ട്യൂപ്പിൾ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ് പ്രിന്റ് ഇതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ നോക്കൂ. ഇവിടെ നോക്കൂ, ഇവിടെ പ്രിന്റ് ഔട്ട്പുട്ട് ഈസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വരേണ്ടതാണ്. പ്രിന്റ് ഔട്ട്പുട്ട് ഈസ് ദെൻ പ്രിന്റ് ആർഗ്യുമെന്റ്. അപ്പോൾ നമ്മൾ ഔട്ട്പുട്ടിൽ എന്ത് വരും ഇങ്ങനെയാണ് വരിക. ഔട്ട്പുട്ട് ഈസ് പ്രിന്റ് ആർഗ്യുമെന്റ്. എന്താണ് നമ്മൾ വാല്യൂ പാസ് ചെയ്യുന്ന ആ വാല്യൂ. ഫോർ വേരിയബിൾ ഇൻ വേരിയബിൾ ട്യൂപ്പിൾ പ്രിന്റ് വേരിയബിൾ റിട്ടേൺ. ഇതാണ് ഫംഗ്ഷൻ ഡെഫിനിഷൻ. ദെൻ നമ്മൾ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ നോക്കും. ഇപ്പം ഞാനിവിടെ കൊടുത്തു പ്രിന്റ് ഇൻഫോ ഓഫ് 10 എന്ന് പറഞ്ഞാൽ നേരെ അത് ഫംഗ്ഷൻ ഡെഫിനിഷനിലേക്ക് പോയി. ഒറ്റ ആർഗ്യുമെന്റ്സ് മാത്രമേ ഉള്ളൂ. അപ്പം നേരെ എന്ത് ചെയ്തു പ്രിന്റ് ഔട്ട്പുട്ട് ഈസ് എന്ന് പറഞ്ഞു വന്നു. ദെൻ പ്രിന്റ് ആർഗ്യുമെന്റ് 1, ഇവിടുത്തെ ആർഗ്യുമെന്റ് എത്രയാണ് 10, അതിൻ്റെ വാല്യൂ പ്രിന്റ് ചെയ്തു. ദെൻ ഇനി വേരിയബിൾ ട്യൂപ്പിൾ നമ്മളൊന്നും വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ എന്താണ് ഒന്നും ചെയ്യുന്നില്ല. ഇതിൻ്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്തു റിട്ടേൺ ചെയ്തു. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് എന്താണ് 10 എന്ന് പറഞ്ഞിട്ടാണ് കിട്ടുക. ഇനി നോക്കൂ അടുത്ത ഇത് പ്രിന്റ് ഇൻഫോ ഓഫ് 70, 60, 50. നേരെ എവിടേക്ക് വന്നു ഫസ്റ്റത്തെ എന്താണ് 70 ആണ്. ദെൻ വേറെ കുറേ വാല്യൂസ് വരുന്നുണ്ട്. അപ്പം നേരെ എന്ത് ചെയ്തു ദ പ്രിന്റ് ഔട്ട്പുട്ട് ഈസ് പ്രിന്റ് ആർഗ്യുമെന്റ്. ഫസ്റ്റത്തെ വാല്യൂ എത്രയാണ് 70. ദെൻ ബാക്കി എത്രയാണ് 50, 60 ഉണ്ട്. അപ്പോൾ ഫോർ വേരിയബിൾ